ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെടുത്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പൂക്കളും ചെടികളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ഏകെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഈ പോച്ചയാണ് കേട്ടോ. ഈ ചെടികളുടെ ഇടയ്ക്കെല്ലാം ഭയങ്കരമായിട്ട് കാട് കയറും. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് എത്ര പറിച്ച് കളഞ്ഞാലും പിന്നെയും മഴ പെയ്യുമ്പോൾ പിന്നെയും ഇങ്ങനെ കിളിച്ച് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് നട്ടാൽ കിളിക്കത്തുമില്ല. ഈ പോച്ചയൊക്കെ ആണെങ്കിൽ വേഗം വളർന്നു വരികയും ചെയ്യും. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇല എടുക്കാൻ വേണ്ടിയിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്കുള്ള ഇല എടുക്കാം. ആദ്യം ഇല എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഓട്ടടയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഓട്ടട ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് പൊട്ടാത്ത ഇല നോക്കി ഞാൻ കുറച്ച് ഇല കീറി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കാണും. എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഓട്ടട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കുന്നത്. മാവ് ഒരുപാട് കനത്തിലല്ല കേട്ടോ ഞാൻ പരത്തി കൊടുക്കുന്നത്. കുറച്ച് നേർപ്പിച്ചാണ് പരത്തി കൊടുക്കുന്നത്. അപ്പം നമുക്ക് കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, ശർക്കരയാണ്. ശർക്കരയും തേങ്ങയും കൂടിയാണ് ഇടുന്നത്. ഇതിലേക്ക് ഞാൻ ജീരകപ്പൊടിയും ഏലക്കപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും രാവിലെ ഇത് മതിയെന്ന് ഞാൻ ഇന്നലെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓട്ടട ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാവ് ഫുള്ളായിട്ട് ഞാൻ എല്ലാ ഇലയിലും ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മറ്റേ മിക്സ് ഉണ്ടാക്കാൻ പോയത്. തേങ്ങയും ശർക്കരയും കൂടെ ഉള്ള മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത്. ആദ്യം തന്നെ അമ്മയ്ക്കുള്ളത് മാറ്റി വയ്ക്കണം. കാരണം അമ്മയ്ക്ക് അധികം മധുരം ഉള്ളത് വേണ്ട. അമ്മയ്ക്ക് മധുരം കുറച്ച് മതിയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്കുള്ളത് ആദ്യം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. അതിലേക്ക് ഇതേണ്ടോ ഞാൻ കുറച്ച് ശർക്കരയും കൂടുതൽ തേങ്ങയും കുറച്ച് ശർക്കരയും ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അമ്മയ്ക്ക് അധികം മധുരം വേണ്ട. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു പഞ്ചസാര ഇടട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു പഞ്ചസാര വേണ്ട, ശർക്കര തന്നെ മതി, മധുരം കുറച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഇതിൽ നല്ല പോലെ മധുരം വേണം താനും. അപ്പോൾ അമ്മയ്ക്കുള്ളത് എന്തായാലും മാറ്റിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിൽ കൂടുതൽ ഇവിടെ ആരും കഴിക്കാറില്ല കേട്ടോ. ഇത് രാവിലെ രണ്ടെണ്ണമൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ വൈകിട്ടൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കാറുണ്ട്. അപ്പോൾ ഇനി എല്ലാം പരത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ചാൽ മാത്രം മതി. ഇപ്പം നമുക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കും അച്ഛനും ഉള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കുള്ളത് ഓൾറെഡി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി എല്ലാം കൂടി ഒരുമിച്ച് ചുട്ടെടുക്കുന്നുള്ളൂ. എന്തായാലും ഓരോന്നോരോന്ന് ഫില്ലിങ്സ് ഇട്ടിട്ട് അടച്ച് മാറ്റി വയ്ക്കും. അതിനുശേഷം എല്ലാം കൂടാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ കുറേ ആയി പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയുടെ ക്ഷാമം വന്നു. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടേ. പിന്നെ ഞാനൊരു പഴയ പാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പാൻ അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഓരോന്നോരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്തടുത്ത പണി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു 10-15 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് കറി വെച്ചുകൊണ്ടിരിക്കാൻ നേരമാണ് കറിവേപ്പില ഇല്ലാത്ത കാര്യം ഓർത്തത്. അങ്ങനെ കറിവേപ്പില പറിക്കാൻ പോയ വഴിക്കാണ് കോവയ്ക്ക് നിൽക്കുന്നുണ്ടത്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളിന്ന് മാങ്ങാക്കറിയാണ് വെക്കുന്നത്. ഉള്ള പച്ചക്കറി എല്ലാം ഇട്ടിട്ടൊരു മാങ്ങാക്കറി. അതിനകത്ത് ഏതൊക്കെ പച്ചക്കറി ഇടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ കിട്ടിയ ഒരുവിധം പച്ചക്കറികളൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്കയും മെയിനായിട്ട് ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത് മുരിങ്ങയ്ക്ക, ചക്കക്കുരു, മാങ്ങ. അപ്പം ഇത് ഇത്രയും വെച്ചിട്ടാണ് ഞാനിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കുന്ന കുറേ സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കറിവേപ്പില പറിച്ചിട്ട് വരാം. അവിടെ ചീരയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ചീര നട്ടിട്ടുണ്ട്, പിന്നെ പയറുണ്ട്. ഈ പയർ പറിക്കാൻ കുറച്ച് ലേറ്റായി പോയി. രണ്ടും മുറ്റിപ്പോയി കേട്ടോ. അപ്പോൾ ഇതിന് വിത്തിനെ കൊള്ളാവൂ. അപ്പോൾ ഞാൻ എന്തായാലും അത് പറിച്ചില്ല. ഇത് രണ്ടും വിത്താക്കാനേ ഇനി കൊള്ളാവും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും നോക്കാറേ ഇല്ല കേട്ടോ. ഇതൊന്നും ശ്രദ്ധിക്കാറ് തന്നെ ഇല്ല. അപ്പോൾ ഒരെണ്ണം ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. അത് പറിക്കണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറിച്ചില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ആഞ്ഞിലിയുടെ മൂട്ടിലാണ് കേട്ടോ. ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചൊക്കെ അവിടെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കിളികളൊക്കെ തിന്നിട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ ബാലൻസും ഉണ്ട് കേട്ടോ. ഇതല്ലാണ്ട് അങ്ങോട്ട് പൊഴിഞ്ഞ് വീണതാണ്. എങ്കിലും ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇപ്പം പല പല അസുഖങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല, എടുത്ത് കളഞ്ഞു. പക്ഷെ അതിനകത്ത് കുറേ ചുളകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല കളറുമായിരുന്നു. പിന്നെ നമ്മൾ വന്ന കാര്യം ഇതാണ്. നമ്മൾ കറിവേപ്പില പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിലേക്ക്
തണ്ടായിട്ട് ഞാൻ ഒടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ, അല്ലാതെ ഒടിച്ചു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് തണ്ട് ഒടിച്ചുകൊണ്ട് പോവാം. നല്ല തണ്ട് നോക്കിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, കുറേ ഇലകളുള്ള തണ്ട് നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പിച്ചി കഴിഞ്ഞു. അപ്പം നമുക്കിനി നേരെ നമ്മുടെ പരിപാടിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അരിയാനുള്ളതെല്ലാം കൂടി ഞാൻ എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നമ്മൾ പറിച്ച കോവയ്ക്കാണ് കേട്ടോ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ തീയലിന് അരിയുന്ന പോലെയാണ് അരിയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഉടഞ്ഞ് ചേരാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ അരിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും എനിക്കതൊരു ഭംഗിയിൽ അരിയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ അരിയുന്നത്. അമ്മ ഇവിടെ നിന്ന് സൈഡിലൂടെ പറയുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും അരിയേണ്ട ആവശ്യമില്ല, ഇത് രണ്ടായിട്ടങ്ങ് മുറിച്ചിട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അത് എൻ്റേതായ രീതിയിൽ ഞാനത് മുറിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചക്കക്കുരു ഒരു സൈഡിലുണ്ട്. നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. എൻ്റെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വേഗം തന്നെ സ്കൂട്ടായിട്ടുണ്ട്. പറഞ്ഞു തീരുന്നതിനകം മഴയും വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. ചീതാനം അടിച്ചു കയറ്റുന്ന കാരണം ഞാൻ അവിടെ നിന്ന് തന്നെ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം ഇനി പെറുക്കിക്കൊണ്ട് പോകണം. ഇത് നല്ലതായിട്ട് മഴ പെയ്തു കേട്ടോ. പിന്നെ ഇതെല്ലാം ഞാൻ വേഗം തന്നെ കഴുകി അടപ്പയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട്. റൂമിനകം തൂക്കാനൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഇത് അടപ്പ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പോയത് പോട്ടെ, നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. താളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ചുകൂടി കുറുകി വരണമെന്ന് എനിക്കുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഇരുന്നങ്ങ് കുറുകിക്കോളും, വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങയുടെ പുളി ഇത്തിരി മുന്നിലാണ് കേട്ടോ. ഇതും കൊണ്ട് ഞാനിത് എവിടെ പോവാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. അമ്മയുടെ അടുത്ത് അരി വെന്തോന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എപ്പോഴും എനിക്കങ്ങ് ഡൗട്ടാണ് അരി വെന്തോന്ന്. എനിക്കാണെങ്കിൽ കയ്യിൽ പറ്റണം, ഇവിടെ മറ്റുള്ളവർക്കൊന്നും കയ്യിൽ പറ്റണ്ട കേട്ടോ. അപ്പോൾ പയർ പോലെ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ കൂട്ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് 1 മണിക്ക് കഴിക്കുന്ന ചോറ് 2 മണിക്കാണ് ഞങ്ങൾ അന്ന് കഴിച്ചത്. അപ്പോൾ എന്തായാലും അമ്മയും അച്ഛനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ആ സൈഡിലിരിക്കുന്ന പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മാങ്ങാക്കറി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി കഴുകാനായിട്ട് പോയപ്പോഴത്തേക്ക് നല്ല പോലെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇന്ന് തുണി നനയൊന്നും നടന്നില്ല. അപ്പം അടുത്ത മഴക്കോളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തുണി നന നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് നമ്മൾ കാപ്പിയാണ് കേട്ടോ ഇന്നിട്ടത്. മഴ പെയ്യുമ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്നുണ്ടായിരുന്നത് ചക്കാവറ്റലായിരുന്നു കേട്ടോ. ഞാൻ തന്നെ വറുത്ത ചക്കാവറ്റലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. എന്നും ചായ ആയതുകൊണ്ട് ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാപ്പി ആക്കിയത്. ഇന്ന് വൈകിട്ട് കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഏതെങ്കിലും ഒന്ന് ഇടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് കാപ്പി ഇട്, മഴയൊക്കെ അല്ലേ, കാപ്പി ഇടുന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ കാപ്പിയാണ് കേട്ടോ ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ദിവസം ചായ കുടിച്ച് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് സമയത്ത് ഒരു കാപ്പി കുടിച്ചപ്പോൾ നല്ലൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തൂത്തിറക്കി തൂക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ വിളക്കിലെടുക്കുന്ന സമയത്ത് തൂക്കുന്നതിന് അങ്ങനെയാണ് കേട്ടോ പറയുക, തൂത്തിറക്കി തൂക്കാന്ന് പണ്ട് അമ്മൂമ്മയൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ പറയുന്ന ഇത് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം സിറ്റ് ഔട്ടും പൂജാ റൂമും ഹാളും മാത്രമാണ് കേട്ടോ നമ്മൾ വൈകിട്ട് തൂക്കാറ്. രാവിലെ എല്ലായിടവും തൂക്കും, വൈകിട്ട് ഇത്ര സ്ഥലം മാത്രമേ തൂക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെയാണോ എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്ന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം സന്ധ്യ ആവാറായി കേട്ടോ. പകുതി മഴക്കോളാണ്, അതിൻ്റെ ഒരു ഇരുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചെന്ന് വിളക്ക് കത്തിക്കും. അപ്പോൾ വിളക്കിൽ ഒരുക്കി വെച്ചിട്ടില്ല, ഇനിയിപ്പം വിളക്കിൽ ഒരുക്കിയിട്ട് വേണം കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഇരുട്ടായി. ഇനിയിപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് പൂവും വെള്ളം കൊണ്ടുവയ്ക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് തന്നെ ചെയ്തത്. അപ്പോൾ എന്തായാലും അവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ നമ്മളിതിൻ്റെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നാമമൊക്കെ ജപിച്ചു. നാമം ജപിച്ച് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ അണച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് ചേച്ചി കുറച്ച് ഞാവൽപ്പഴം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വാങ്ങിച്ചതാണ്. നമുക്കിവിടെ ഞാവലിൻ്റെ മരം ഉണ്ട് കേട്ടോ, പക്ഷേ അത് പറിക്കാൻ പറ്റത്തില്ല, കാരണം നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊന്നും പറിക്കാൻ പറ്റത്തില്ല കേട്ടോ. കഴിഞ്ഞ മഴയത്ത് അത് ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കൊമ്പ്. അപ്പോൾ അതിനകത്ത് നിറയെ ഞാവൽപ്പഴം ഉണ്ട്, പക്ഷേ നമുക്കൊന്നും തന്നെ കഴിക്കാൻ കിട്ടത്തില്ല. പിന്നെ തറ വീഴുന്നത് നമ്മളോട്ട് എടുക്കത്തുമില്ല, എന്തൊക്കെ കടിച്ചാൽ വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്.
ഞാവൽപ്പഴം ഇഷ്ടമാവുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം ഇതാണ് കേട്ടോ, നാവ് ഇങ്ങനെ ഈ കളറാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനിയിപ്പം കഴിക്കുക, പോയി കിടന്ന് ഉറങ്ങുക. ഉച്ചക്കലത്തെ കറിയൊക്കെ തന്നെ കാണൂ വൈകിട്ടും. അതൊന്നും ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ എൻ്റെ മുഖത്തൊരു കുരു വന്നത് ഭയങ്കര പണിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ടാറ്റാ.